നമുക്ക് ഇന്ന് നല്ല സൂപ്പർ റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ തിന്ന് കയറും. എന്നാൽ പിന്നെ ഒരു അച്ചാറാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങുന്ന പരിപാടിയാണ്. റംബൂട്ടാൻ എടുത്തിട്ട് ഒരു 2 3 ഒക്കെ അരിയിട്ടേക്കുവാണ്. ഉപ്പ്, മുളക്, മഞ്ഞപ്പൊടി, കടുക്, നല്ലെണ്ണ, ഉലുവാപ്പൊടി, കായം, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും, ഇതെല്ലാം സെറ്റാണ്. നമുക്ക് പതുക്കെ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് എടുത്ത് ഞങ്ങൾ ചൂടാക്കാം. എണ്ണ ഇങ്ങോട്ട് ചൂടായി വരുമ്പം നമുക്ക് നല്ല കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങോട്ട് പൊട്ടട്ടയെല്ലാം അങ്ങോട്ട് കടുകൊക്കെ നല്ല അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് വന്നു കഴിയുമ്പം നമ്മളെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങോട്ട് ഇളകട്ടെ. ഒരു നല്ല മണവും വരും. ഒരു ബ്രൗണിഷ് നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. ഇപ്പോൾ ഒരു അടിപൊളി മണം കേട്ടോ വരണേ. ഒരു ബ്രൗൺ നിറം ആയപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മുളക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ കറിവേപ്പിലയും പിന്നെ നമ്മളൊരു ചെറിയൊരു കായത്തിൻ്റെ പീസ് അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടെ അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കായമൊക്കെ ഒന്ന് പിടിക്കട്ടെ, അങ്ങോട്ട് ഇളക്കാം. ഇനി നമുക്ക് ഇതിനകത്തിൽ കാശ്മീരി ചില്ലി പൗഡർ ഇടാവേ. ഒരു 2-2.5 സ്പൂണ്. അപ്പോൾ അധികം റംബൂട്ടാനില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ 2.5 സ്പൂണിൽ നിന്നാൽ മതി. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇനി അല്പം വിനീഗർ ഒഴിച്ചിട്ടേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇതിപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റംബൂട്ടാനാണേ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയപ്പം കുറേ റംബൂട്ടാൻ കൊണ്ടുവന്നിരുന്നു. ആ നാട്ടിൽ ഒരുപാട് റംബൂട്ടാനും മാംഗോസ്റ്റീനും ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഒരുപാടും വേസ്റ്റായി പോവുകയാണ്. ഇപ്പോൾ ആരും ഇല്ല അവിടെ കഴിക്കാൻ. ഇവിടുത്തെ തിരക്ക് കാരണം അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. ഇപ്പം മുളകൊക്കെ മൂത്തു. ഇനി നമുക്ക് നമ്മുടെ റംബൂട്ടാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ റംബൂട്ടാനിലൊക്കെ എല്ലാ നമ്മുടെ മുളക് പൊടിയും അതൊക്കെ കിടങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ കുറച്ച് ഉപ്പെടുത്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എനിക്ക് കൈക്കണക്കാണ് കേട്ടോ. എനിക്ക് സ്പൂണിലിട്ടാൽ ശരിയാവില്ല. ഉപ്പിൻ്റെ കേസാണേ. കൈക്കണക്കാണെങ്കിൽ കറക്റ്റാണ്. ഇതിലേക്ക് ഇനിയും കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കായം എണ്ണയിൽ വറുത്ത് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കായപ്പൊടി ഉണ്ടായിരുന്നു, അപ്പം അതങ്ങ് യൂസ് ചെയ്തേ ഉള്ളൂ. കുറച്ച് കായപ്പൊടി ഇടുക, അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ കുറച്ച് ഉലുവാപ്പൊടി ഒരു ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പരിപാടി കഴിഞ്ഞു. പക്ഷേ എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പെണ്ണുമ്പിള്ളയാണ്. അവളെ എവിടെയാണോ ഫോക്കസ് ചെയ്ത് വെച്ചേക്കണേന്ന് എനിക്കറിയില്ല. ഇതൊക്കെ കിട്ടിയോ എന്തോ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇപ്പോഴാണ് റംബൂട്ടാൻ്റെ സീസണാണ്. എവിടെ നിന്നാലും സാധനം കിട്ടും. ഒരു അടാറ് സാധനമാണേ. നമുക്ക് എന്തായാലും നമ്മുടെ സാധനം എങ്ങനെയുണ്ട് എന്നൊന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്യട്ടെ. എനിക്ക് കൊതി മുട്ടിയിട്ട് പോയാൽ ഒരു ഭയങ്കര മണം അടിക്കുന്നുണ്ട്. എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ് ബോളിലോട്ട് അങ്ങോട്ട് മാറ്റിയിട്ടേ അങ്ങോട്ട് മാറ്റി വെക്കാം തൽക്കാലം. അയ്യോ ഇത് തഴപ്പോയി. നോക്കാം, കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ റംബൂട്ടാൻ അച്ചാർ സെറ്റായിട്ടുണ്ട്. അടിപൊളിയായി വന്നിട്ടുണ്ട്. ഒരാഴ്ച ഇരുന്നാൽ ഭാഗ്യം. എൻ്റെ പുത്രിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സാധനം 2 ദിവസത്തേക്കുള്ളിൽ ഇരിക്കാറില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ബൈ.